ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ തംബ്നെയിലിനകത്ത് കൊടുത്തിട്ടുള്ളത് തന്നെ സഞ്ജു സാംസന്റെ ട്രേഡാണ്. അതായത് സഞ്ജു സാംസൺ ചെന്നൈയിലോട്ട് ഏകദേശം വരുമെന്നുള്ളത് നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയാമായിരുന്നു, അല്ലെങ്കിൽ ശക്തമായ ഒരു റൂമറായിരുന്നു സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക് കൊണ്ടുവന്ന്. അതിനകത്ത് ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ഒരു ഒരു ന്യൂസാണ്, ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ്. അതായത് ഋതുരാജ് ഗെയ്ക്വാദിനെ രാജസ്ഥാനിൽ കൊടുത്തിട്ടാണ് സഞ്ജു സാംസണെ ചെന്നൈയിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് സ്വാപ്പിംഗ്. അത് രണ്ടുപേർക്കും ഏകദേശം 18 കോടി, രണ്ടുപേർക്കും ഒരേ ശമ്പളം തന്നെ കൊടുത്ത് 18 കോടി. വേറെ അഡീഷണൽ പ്ലേയേഴ്സോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല, രണ്ടുപേർക്കും ഒരേ ശമ്പളം ആയതുകൊണ്ട് തന്നെ അങ്ങനെ പ്ലേയേഴ്സിനെ സ്വാപ്പ് ചെയ്താണ് ഈ ട്രേഡ് നടക്കുന്നതെന്നാണ് ഇപ്പം വരുന്ന റിപ്പോർട്ട്. നമുക്കറിയാം ഈ ചെന്നൈയിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം പന്ത് വരുമെന്ന് കുറേ ഇതുണ്ടായിരുന്നു, അത് ഓപ്ഷനിലായിരുന്നു. അതിന് മുമ്പ് തന്നെ എനിക്ക് 2020 സഞ്ജുവിന് ചെന്നൈ മുംബൈ ടീമിൽ നിന്നൊക്കെ ഓഫർ വന്നിട്ടുള്ളതാണ്. അതായത് സഞ്ജു തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഓഫർ വന്നിട്ടില്ല, ഇതോട്ട് വലിയ ടീമുകളിൽ നിന്ന് ഓഫർ വന്നിട്ടിപ്പം സഞ്ജു പോകത്തില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ലോയൽറ്റി വെച്ച് പുള്ളിയെ കൊണ്ട്, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു രാജസ്ഥാനിൽ നിന്ന് ചെറിയ ടീം രാജസ്ഥാനിൽ നിന്നിട്ട് തന്നെ രാജസ്ഥാനെ കൊണ്ട് കപ്പടിപ്പിക്കണമെന്നാണ് പുള്ളിയുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ വലിയ ടീം പോകുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം നമുക്കറിയാം, ഈ കഴിഞ്ഞ സീസണിൽ പുള്ളിക്ക് അവിടെ നേരിട്ട് അവമാനം. അതായത് പുറമേ നമ്മൾ നോക്കുന്നവർക്കില്ലെങ്കിൽ നമുക്ക് ഈ കളി കാണുമ്പോൾ തന്നെ മനസ്സിലായി. അതായത് ഈ ബാക്കി സൂപ്പർ ഓവറും കാര്യങ്ങളൊക്കെ വന്നപ്പം പുള്ളി ഒരു ക്യാപ്റ്റനില്ലേ എന്തെങ്കിലും പോലും ഇല്ലാതെ പുള്ളി അവിടെ മാറിയിരിക്കുന്നു, ബാക്കി രാഹുൽ ബാക്കിയുള്ളവർ മാറിയിരുന്ന് സംസാരിക്കുന്ന തീരുമാനം എടുക്കുന്നു. അതേപോലെ തന്നെ റിയാൻ പരാഗിനെ ക്യാപ്റ്റനാക്കി 3-4 കളി. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര സംശയമുണ്ട്. കാരണം പുള്ളിയുടെ നാട്ടിൽ വെച്ച് നടക്കുന്ന കളിയാണ്ട് പുള്ളിയെ ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടി വെറുതെ ഒരു പരുക്കായിട്ട് ഇമ്പാക്ട് പ്ലെയറായിട്ട് ഇറക്കിയാണോ ഡൗട്ടുണ്ട്. കാരണം റിയാൻ പരാഗ് ആണ് അടുത്ത് അവരുടെ പോസ്റ്റർ അല്ലെങ്കിൽ അവരുടെ ഒരു കാരണം അവരുടെ തന്നെ ടീമാണ്. റിയാൻ പരാഗിൻ്റെ അടുത്ത് ബന്ധുവൊക്കെ അതിൻ്റെ കോണറായിട്ടുണ്ട്. അതുകൊണ്ട് റിയാൻ പരാഗ് തന്നെ ആയിരിക്കും അവിടുത്തെ ക്യാപ്റ്റനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു സഞ്ജു സാംസൺ നിൽക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം പണ്ട് എന്താണെന്ന് വെച്ചാൽ റിയാൻ പരാഗ് വലിയൊരു സ്റ്റാർ ലെവലിലോട്ട് വന്നിട്ടായിരുന്നു, വലിയ പ്ലെയർ. ഇപ്പം T20 ഇന്ത്യൻ ടീമിലോട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ളൊരു പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ റിയാൻ പരാഗ് ആയിരിക്കും അടുത്ത രാജസ്ഥാൻ്റെ ക്യാപ്റ്റൻ. അപ്പോൾ സഞ്ജു അവിടെ നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് സഞ്ജുവിനായിട്ട് മുന്നിട്ട് ഇന്ന് 2 ടീമുകൾ വന്നു, ഒന്ന് ചെന്നൈ സൂപ്പർ കിങ്സും പിന്നെ ഒന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും. അതിനകത്ത് ഇപ്പോഴും കൊൽക്കത്ത സഞ്ജുവിന് വേണ്ടി രംഗത്തുണ്ടെന്നാണ്. അതായത് കൊൽക്കത്തയ്ക്ക് ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ക്യാപ്റ്റൻ ഇല്ല. അജിങ്ക്യ രഹാനെ ആയിരുന്നു കഴിഞ്ഞ ദിവസം ക്യാപ്റ്റൻ. അതും എനിക്ക് തോന്നുന്നു അവർ രഹാനെ അൺസോൾഡ് അല്ലാതെ വാങ്ങിച്ചിട്ട് ക്യാപ്റ്റനാക്കിയാണ്. രഹാനെ ഡൊമസ്റ്റിക്കിലൊക്കെ ഭയങ്കര ക്യാപ്റ്റൻസിയാണ്, പക്ഷേ IPL വരുമ്പം മോശം ക്യാപ്റ്റൻസി തന്നെയാണ് രഹാനയുടെ. രാജസ്ഥാനിലൊക്കെ വലിയ മെച്ചമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് വേണ്ടി കൊൽക്കത്ത മുന്നിലുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ സഞ്ജുവിന് ഫാൻ ബേസും ബാക്കി കാര്യങ്ങളൊക്കെ കൂടുന്നത് ചെന്നൈയിലേക്ക് വരുമ്പോഴാണ്. പക്ഷേ സഞ്ജുവിന് കുറച്ചും കൂടെ കരിയർ നല്ലത് അതായത് കൊൽക്കത്തയിലേക്ക് പോകുന്നതായിരിക്കും. അതായത് സഞ്ജുവിന് ഫാൻ ബേസ് കൂടുതലും അവിടെ ഫസ്റ്റ് ഇപ്പോഴും ധോണിയാണ്. ധോണി കഴിഞ്ഞാൽ സഞ്ജു ആയിരിക്കും അടുത്ത ബ്രാൻഡ് എന്നുള്ള ചെന്നൈക്കും നല്ലതാണ്, സഞ്ജുവിനും നല്ലതാണ്. പക്ഷേ കരിയർ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചെന്നൈയിൽ ആണ് സഞ്ജുവിന് ഏറ്റവും മോശം റെക്കോർഡുള്ളതെന്ന് തോന്നുന്നു IPL. ഇപ്പോൾ കൊൽക്കത്തയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കൊൽക്കത്ത നല്ല പക്ക ബാറ്റിംഗ് പിച്ചിൽ സഞ്ജുവിന് തിളങ്ങാൻ പറ്റിയൊരു അവസരമാണ്. അതും ക്യാപ്റ്റനായിട്ടൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി. ഇപ്പോൾ ചെന്നൈയിലേക്ക് ഒരാളെ ക്യാപ്റ്റൻ ആക്കുമോ അതോ ധോണിയാണോ അതോ ഗെയ്ക്വാദ് ഇപ്പം പോകുന്നതുകൊണ്ട് സഞ്ജു ആണോ ധോണിയാണോ എന്ന് അറിയത്തില്ല, അങ്ങനെയുണ്ട്. പക്ഷേ കൊൽക്കത്തയിലേക്ക് വന്നാൽ ഷുവറായിരിക്കും സഞ്ജു ആയിരിക്കും ക്യാപ്റ്റൻ. അവിടെ നല്ല വേറെ കഴിവുള്ള പ്ലേയേഴ്സും ബാക്കി കാര്യങ്ങളും ടീം മാനേജ്മെൻ്റ് ആയാലും ബാക്കി എല്ലാത്തിലും കൊൽക്കത്ത സഞ്ജുവിന് നല്ലതായിരിക്കും. പക്ഷേ നമുക്കിപ്പോൾ ലാസ്റ്റ് നമുക്കിപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ജൂലൈ 4 കഴിയുമ്പോഴേ കറക്റ്റ് എടുത്തത് സഞ്ജു രാജസ്ഥാനിൽ തന്നെ ഇരിക്കുമെന്നും നമുക്കറിയത്തില്ല. ഇപ്പം ഇതൊക്കെ വരുന്ന വെച്ചാൽ റൂമറുകളാണ്. ഇപ്പോൾ ഈ റൂമറുകളെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓൾമോസ്റ്റ് 90% സഞ്ജു ചെന്നൈയിലേക്ക് തന്നെ വരാനാണ് 90% ചാൻസ്. 10% കൊൽക്കത്തയിലേക്ക് ഉള്ളെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ജൂലൈ 4 വരെ കാത്തിരിക്കാം എന്ത് നടക്കുന്നതെന്ന്.